الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നമ്മെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഒന്ന് മുസ്ലിമാകണം, ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണം. അഥവാ ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്, അതെടുക്കുകയും താല്പര്യമില്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ അത് ഇസ്ലാം കാര്യമായതുകൊണ്ട് ചെയ്യുകയല്ല, മറിച്ച് നിങ്ങളുടെ താല്പര്യം അതായത് കൊണ്ട് ചെയ്യുകയാണ് എന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് മുസ്ലിമാകണേ എന്ന് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, അവന്റെ വ്യക്തിപരമായ താല്പര്യം ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടരണം. അഥവാ ഞാൻ കൊണ്ടുവന്നതിന് വിരുദ്ധമാണ് അവന്റെ വ്യക്തിപരമായ താല്പര്യമെങ്കിൽ ആ താല്പര്യം ഒഴിവാക്കിയിട്ട് റസൂല് പറഞ്ഞതെടുക്കുക. അപ്പോഴാണ് നിങ്ങൾ മുഅ്മിനാവുക എന്ന് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇത് പറയുന്നുണ്ട് അല്ലാഹു. ഒരിടത്ത് പറഞ്ഞത്, ഖുൽ, നീ പ്രഖ്യാപിക്കണം, നീ പറയണം. എന്ത്? ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വ നുസുക്കി, എൻ്റെ ബലികർമ്മം, മറ്റെല്ലാ ആരാധനകളും, വ മഹയായ, എൻ്റെ ജീവിതവും, വ മമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ഇത് നീ പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യാശ നീ പ്രകടിപ്പിക്കണം. ഇടക്കിടക്ക് ഞാൻ അങ്ങനെ ആയില്ലല്ലോ, എനിക്കങ്ങനെ ആകണം എന്ന ഒരു പ്രത്യാശ പ്രകടിപ്പിക്കണം എന്ന അർത്ഥത്തിലല്ല. മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പറയാൻ കഴിയണിത്, ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്, എൻ്റെ നിസ്കാരവും എൻ്റെ എല്ലാ ആരാധനകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഒക്കെ അല്ലാഹ്ക്കാണ് എന്ന് പറയാൻ കഴിയണം, അത് പ്രഖ്യാപിക്കണം. അതിനുള്ളൊരു ആഹ്വാനമാണ് അല്ലാഹു തആല ഇതിലൂടെ ചെയ്യുന്നത്. ഇന്ന് നമുക്കൊരു പള്ളിയിൽ വരുന്ന ആളുകളെ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും, നമുക്ക് പരിചയമുള്ളവരെ, നമ്മളടക്കമുള്ളവരെ ഒരു ക്വാളിറ്റി പരിശോധന നടത്താം. എങ്ങനെയാണ് അവസ്ഥ ഈ ആയത്ത് വെച്ചുകൊണ്ട്? എന്നാൽ നമുക്ക് കാണാൻ കഴിയുക, നമ്മളടക്കം
ഒന്നാം സഫിലെ നിസ്കാരത്തിനുണ്ടാകും, ആ കാര്യത്തിൽ വലിയ ജോറാണ്. പക്ഷെ ഇടപാടിന്റെ കാര്യത്തിൽ വളരെ പോക്കാണ്. അപ്പം മുസ്ലിമായിട്ടില്ല, അതിന് മുസ്ലിമായിട്ടില്ല. ആരാധനയിൽ നല്ല ജോറാണ്, പക്ഷെ അയൽപക്ക ബന്ധത്തിലോ മോശാണ്. നാട്ടില് നല്ല ആളാണ്, കുടുംബത്തിനോ മോശാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഒന്ന് ഇസ്ലാം മതത്തിലേക്ക് വരൂ എന്ന് അല്ലാഹു തആല വിളിച്ചതിനെ നമ്മൾ മുതലെടുത്തില്ല. ഈ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഒരു മൂല്യനിർണയം നടത്തണം ഇടക്കിടക്ക്. മറ്റവന്റെ കാര്യത്തിലല്ല, നമ്മളെ കാര്യത്തിൽ. നമ്മൾ എത്ര ശതമാനം മുസ്ലിമായി എന്ന ഒരു പരിശോധന നടത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇത്തരം വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ സ്റ്റേജ് എന്താണ്? നമ്മുടെ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് അള്ളാഹു പറഞ്ഞതുപോലെയാണെങ്കിൽ ഏതാണ്ടൊക്കെ അൽഹംദുലില്ലാഹ്, അതിന്റെ കൃതജ്ഞത അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുക. ഇനി അങ്ങനൊന്നും അല്ല, ഒരുപാട് പിന്നിലാണ്, എന്നാൽ എന്താ ചെയ്യേണ്ടത്? പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക, എന്നിട്ട് ഇസ്ലാം മതത്തിൽ കയറാൻ ശ്രമിക്കുക. പുറത്താണല്ലോ പല വിഷയത്തിലും. ഉദ്ഖുലൂ എന്ന് പറഞ്ഞാൽ കടക്കൂ, വരൂ, കയറൂ എന്നൊക്കെയാണ്. നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കയറൂ. അപ്പോൾ പല വിഷയത്തിലും ഇസ്ലാമിൽ കയറിയിട്ടില്ലെങ്കിൽ മുസ്ലിം ആകാൻ ശ്രമിക്കുക, ആ വിഷയത്തിൽ കൂടി. അതല്ലേ നബിമാരി വരെ തവഫനി മുസ്ലിമൻ, മുസ്ലിമായി മരിപ്പിക്കണേ. നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാം, പലരും മനസ്സിലാക്കിയത് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ മാപ്പിള സമുദായത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാകുക. ഓ മാപ്പിളയാ, ഓന്റെ വാപ്പയും ഉമ്മയൊക്കെ മുസ്ലിമാ, ഓനും മുസ്ലിമാ. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതല്ല, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പ്രവേശിക്കുക എന്നതാണ്. വിശാലമായ നിയമങ്ങൾ, ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചൂഴ്ന്നു നിൽക്കുന്ന നിയമങ്ങൾ, അതിൽ പ്രവേശിക്കുക. അപ്പൊ പാശ്ചാത്താപം നമ്മ മനസ്സിലാക്കിയിട്ട് പാശ്ചാത്തപിച്ച് കൂടുതൽ കൂടുതൽ മുസ്ലിമാകാൻ ശ്രമിക്കുക. നേരെ മറിച്ച് അവിടെ നമുക്ക് വലുത് നമ്മുടെ താല്പര്യമാണെങ്കിലോ അത് വലിയ അപകടമായിട്ട് വരും. ഒരു ദിവസം ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത്തെ കൈ കൊണ്ട് കുടിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മസ്തഅതു, എനിക്കത് സാധ്യമല്ല. അദ്ദേഹത്തിന്റെ വലത്തെ കൈക്ക് അസുഖമുള്ളതുകൊണ്ടൊന്നുമല്ല, എനിക്കത് താല്പര്യമില്ല എന്നാണ്. എനിക്കത് സാധിക്കൂല. അഹങ്കാരത്തിന്റെ ഒരു സ്വരമായിരുന്നു. ഹദീസിൽ കാണാം, മാ മനഅഹു ഇല്ലൽ കിബർ, അഹങ്കാരമാണ് തടസ്സം, രോഗമല്ല. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്? എന്നാ പിന്നെ നീ കൈ ഉയർത്തണ്ട. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് കാണാം, ഫമാ റഫഅഹാ ഇലാ ഫീഹി, പിന്നെ ജീവിതത്തിൽ ആ കൈ തൊള്ളയിലേക്ക് പൊക്കാൻ ആ മനുഷ്യന് സാധിച്ചിട്ടില്ല. ആ ധിക്കാരത്തിന്റെ ഒരു മറുപടി റസൂലിനോടങ്ങ് പറഞ്ഞു പോയതാ. എന്നാ പിന്നെ പൊക്കണ്ട, അതിനെ പൊക്കിയിട്ടില്ല. അപ്പോ നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത് പാശ്ചാത്തപിച്ച് തിരുത്താൻ, നന്നാകാൻ, നമ്മൾ നന്നാകാൻ ശ്രമിക്കുക. അല്ലാതെ എന്റെ താല്പര്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ എന്ന വാശി, ആ വാശിയിൽ ഉറച്ചു നിന്നാൽ അത് മുസ്ലിം ആകലല്ല. ഇസ്ലാം മതത്തിൽ വലിയ പ്രയാസമൊന്നുമില്ല, ആർക്കും പ്രാക്ടീസ് ചെയ്യാന്നാണ് അള്ളാഹ് പറയുന്നത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ദീന് വളരെ എളുപ്പമാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നിങ്ങളുടെ മേൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മതമായിട്ടാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. റസൂലിനെ പറഞ്ഞയച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാരുണ്യമാണ്. റസൂല് കാരുണ്യമാണ്, പ്രയാസമല്ല. റസൂല് കൊണ്ടുവന്നതൊക്കെ കരുണയാണ്. റസൂല് പറഞ്ഞതോ, ഈ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് ബശ്ശിറു, സന്തോഷം പറയണം. വലാ തുഅസ്സിറു, പ്രയാസം ഉണ്ടാക്കരുത്. വബശ്ശിറു, ആളുകളോട് സന്തോഷം പറയണം. വലാ തുനഫിറു, അകറ്റിക്കളയരുത്. അപ്പൊ നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ചില വിശ്വാസങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും
ഒക്കെയാണ് ഇസ്ലാം. അത് നമ്മൾ കൊണ്ടുനടന്നാൽ നമുക്ക് നല്ലതാണ്, കുടുംബത്തിന് തന്നാൽ കുടുംബത്തിനാണെങ്കിൽ അതിന് നല്ലതാണ്, എല്ലാറ്റിനും നല്ലതാണ്. അപ്പൊ എന്താണ് ഈ ഇസ്ലാം? ഇസ്ലാം എന്ന് പറയുന്നത് കുറച്ച് ബന്ധങ്ങളുടെ പേരാണ്. അള്ളാഹുവായിട്ടുള്ള ബന്ധം, അതിലെന്തൊക്കെയാ ചെയ്യേണ്ടത്? അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. അതുപോലെ നമുക്ക് നമ്മോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, കുടുംബത്തോടുള്ള ബന്ധം, പള്ളിയോടുള്ള ബന്ധം, ആരാധനാലയങ്ങളോടുള്ള ബന്ധം, സമൂഹത്തോടുള്ള ബന്ധം, ഒരു ബന്ധത്തെയും അവഗണിക്കുന്നില്ല ഇസ്ലാം. നമ്മോടുള്ള ബന്ധം തന്നെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തോടുള്ള ബന്ധം, ബുദ്ധിയോടുള്ള ബന്ധം, ആത്മാവിനോടുള്ള ബന്ധം, ഇത് ശരീരത്തോടുള്ള ബന്ധം കൂടിയിട്ട് ബുദ്ധിയെയും ആത്മാവിനെയും അവഗണിക്കുക പാടില്ല. അവിടെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഒന്നിനും കോട്ടം വരാതെ, ഒന്നിനും അമിത പരിഗണന കൊടുക്കാതെ ജീവിക്കാൻ, ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ, ഇതാണ് അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധം എന്താണ്? ഏറ്റവും വലിയ ബന്ധം അള്ളാഹുവുമായിട്ടുള്ളത് അള്ളാഹുവിന് മാത്രമുള്ള സംഗതി അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ്. അതാണ് ഈ തൗഹീദ്. ആരാധനക്കുള്ള അർഹത വേറെ ആർക്കും ഇല്ല, ആ യോഗ്യത അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഇല്ല. ഭൂമി അള്ളാന്റേതാണ്, ആകാശം അള്ളാഹുവിൻ്റെതാണ്, നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്, നാം അനുഭവിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവൻ ഉണ്ടാക്കി, അവൻ സംരക്ഷിച്ച്, അവൻ പരിപാലിച്ചു പോരുന്നു, ഒക്കെ അംഗീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങനെയുള്ളവനായ അള്ളാഹ്, നീ മാത്രമാണ് ആരാധ്യൻ എന്ന വിഷയം കൂടി ഞാൻ അംഗീകരിക്കുന്നു. തൗഹീദ് റുബൂബിയ്യ, അള്ളാഹുവിന്റെ യോഗ്യത, അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് അള്ളാഹ്ക്കുള്ളതാ. തൗഹീദ് ഉലൂഹിയ്യ, അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. എനിക്കല്ല മാത്രമേ ആരാധ്യനുള്ളൂ എന്നത് ഞാൻ ഉണ്ടാക്കേണ്ടതാണ്. എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, അതുപോലെ എൻ്റെ നിലപാടുകൾ കൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കേണ്ടതാണ്. എനിക്കതിന് മറുപറ ഉണ്ടാക്കാൻ കഴിയും, ശിർക്ക് ഉണ്ടാക്കാൻ കഴിയും. തൗഹീദ് ഉണ്ടാക്കാനും ശിർക്ക് ഉണ്ടാക്കാനുമുള്ള കഴിവും അതിനുള്ള സാഹചര്യവും മനുഷ്യനല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ തൗഹീദുള്ളവർക്ക് സ്വർഗവും അതുപോലെ ശിർക്കുള്ളവർക്ക് നരകവും ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്നത്. അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ബന്ധം അതാണ് അള്ളാഹുവായുള്ള. രണ്ടാമത്തെ ബന്ധം നിർബന്ധമായ കർമ്മങ്ങളിലൂടെ പൂർത്തിയാക്കുന്ന ബന്ധമാണ്. അതിനാണ് ഈ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജൊക്കെ. അത് അള്ളാഹുവിനോടുള്ള നിർബന്ധമായ ബന്ധമാണ്. അതുപോലെ അത് വർദ്ധിപ്പിക്കാൻ പറ്റും സുന്നത്തുകളിലൂടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവുമായുള്ള മറ്റൊരു ബന്ധം ഖളാ ഖദറിലുള്ള വിശ്വാസം. അത് അള്ളാഹുവായിട്ടുള്ള വലിയ ബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായി അല്ലെങ്കിൽ നെഗറ്റീവായി എന്ത് സംഭവിച്ചാലും അതിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ, ഇത് അള്ളാന്റെ തീരുമാനം, അള്ളാഹ് നടപ്പാക്കിയതാണിത് എന്ന് വിശ്വസിക്കാനും സമാധാനിക്കാനും നമുക്ക് കഴിയണം. പോസിറ്റീവായി വരുമ്പോൾ അൽഹംദുലില്ലാ, നെഗറ്റീവായി വരുമ്പോ ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ആഭിമുഖ്യം അള്ളാഹുവിങ്കലേക്കാവുക. ഇത് അള്ളാഹുവായുള്ള ബന്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അഥവാ അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഏത് പ്രവൃത്തി നമ്മൾ നമ്മുടെ ജീവിതാവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യും, അവിടെയൊക്കെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തായിരിക്കണം. അത് അള്ളാഹുവായുള്ള ബന്ധമാണ്. അള്ളാഹ് പറഞ്ഞതാണ് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ, ആരാനോട് യാചിക്കരുത്, എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത്. അതെന്റെ ബാധ്യതയായി അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ ആ പണിയിലാണ്, ആ ജോലിയിലാണ്. അപ്പോഴും അള്ളാഹുവിനോടുള്ള ഒരു ഓർമ്മയും ബന്ധവും. അങ്ങനെ സദാസമയവും നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെടുക, അവനിലേക്ക് ചേർത്ത് ചിന്തിക്കുക, അവന്റെ പൊരുത്തം പ്രതീക്ഷിക്കുക. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവരുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ പൊരുത്തമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ പണിയെടുത്തത്.
പിന്നെ നമ്മോടുള്ള ബന്ധം ഇസ്ലാം പറയുന്നത് നല്ല വസ്ത്രം ധരിക്കണം, നല്ല വീട്ടിൽ താമസിക്കണം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം, ശരീരം നല്ലോണം കഴുകി വൃത്തിയാക്കണം, കുളിക്കണം, സുഗന്ധം ഉപയോഗിക്കണം, ആളുകൾ കണ്ടാൽ മോശമായ വേഷം ധരിക്കരുത്, കഴിവിന്റെ പരമാവധി നന്നായി നടക്കണം. ഇതൊക്കെയാ ഇസ്ലാമിന്റെ നിയമം. ഇത് നമുക്കുള്ള ബാധ്യതയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയാണ്, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഫഅസ്ലിഹൂ റിഹാലക്കും, നിങ്ങളുടെ ഒട്ടക കട്ടിൽ, അന്നത്തെ വാഹനം ഒട്ടകാണ്, അതിന്റെ മേലെ കൂടാരം കെട്ടിയിട്ടുണ്ടാകും, അതൊക്കെ ഒന്ന് നന്നാക്കണം. നമ്മളെ വാഹനത്തിന്റെ സീറ്റ് കവറൊക്കെ അല്ലേ, അതല്ലെങ്കിൽ അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ, അതൊന്നും ഇസ്ലാമിൽ ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ കൊക്കിൽ ഒതുങ്ങുന്നതാകണം, ഒരുപാട് കടവും വരുത്തി വെച്ചിട്ടാകരുത്. അപ്പൊ നല്ല വാഹനം. വഅഹ്സിനൂ ലിബാസക്കും, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നന്നാക്കണം, നല്ലതുടുക്കണം. ഹത്താ തകൂനൂ കഅന്നക്കും ഷാമ, നിങ്ങൾ ഷാമയാകണം. ഒരു വ്യതിരക്തത വേണം നിങ്ങളെ കാണുമ്പോൾ. ആളുകൾക്ക് ഒരു ബഹുമാനം തോന്നുന്ന, ഒരു പരിഗണന തോന്നുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ. അല്ലാതെ മുഷിഞ്ഞോട്ട് ആകെ നാറി ആ ഒരു കോലത്തിലാകരുത്. നിങ്ങൾ നല്ല രീതിയിൽ നടക്കണം. ഷാമത്തും ഫിന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഷാമ ആകണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറയാ, ഫഇന്നല്ലാഹ, എന്തേ ഇങ്ങനെ പറയാൻ? അല്ലാഹു തആല ലാ യുഹിബ്ബുൽ ഫുഹ്ശ വല തഫഹുശ, അല്ലാഹുവിന് ഫുഹ്ശ് ഇഷ്ടമല്ല, തഫഹുശ് അല്ലാഹുവിന് ഇഷ്ടമില്ല. ഒരു വൃത്തികേട് തോന്നുന്ന അവസ്ഥ, ഒരു മോശം തോന്നുന്ന അവസ്ഥ കാണുന്ന ആളുകൾക്ക് അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് ഉപയോഗിക്കുന്നത് അള്ളാഹ് കാണണം, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളും അങ്ങനെ തന്നെ അല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് കൊടുത്തു ഒരാൾക്ക്, അത് ഉപയോഗിക്കുന്നത് കാണുന്നത് നമുക്കൊരു ഇഷ്ടമല്ല. ഇത് അതുവാടെ കൊണ്ടാച്ചാ പഴയ പോലെ തന്നെ ജീവിക്കുന്നത് കണ്ട ഈ മനുഷ്യൻ ഒന്ന് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് തോന്നിപ്പോവില്ലേ? അതുപോലെ തന്നെയാണ് റബ്ബ്. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൃത്യമായി നമ്മുടെ ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയായി, അവന്റെ വ്യക്തിത്വത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളായി കൃത്യമായി നമ്മോട് പറയുന്നത് കാണാൻ കഴിയും. ഇനി ഭക്ഷണത്തിന്റെ കാര്യം അള്ളാഹു എത്ര തവണയാ ഖുർആനിൽ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുലു വശ്റബു, നിങ്ങൾ തിന്നണം, കുടിക്കണം, അമിതമാക്കരുത്. ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണം വേണ്ട അളവിൽ കഴിക്കണം, അമിത അളവിലാകരുത്. അതുപോലെ തന്നെ ഇസ്റാഫ് പാടില്ല, ദുർവ്യയം പാടില്ല. ഇത്തരം നിയമങ്ങളുണ്ട് എന്നല്ലാതെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് കുടിക്കുക, നല്ലതുടുക്കുക, നല്ലിടത്ത് താമസിക്കുക, ഇതൊന്നും അള്ളാഹുവിന് വെറുപ്പുള്ള പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ ഒരു മനുഷ്യന്റെ കഴിവിന്റെ പരമാവധി അവൻ കൊണ്ടു നടക്കേണ്ട ക്വാളിറ്റിയായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള മനുഷ്യരെ ഉണ്ടാക്കുകയാണ്, നല്ല മനുഷ്യനെ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. 13 കൊല്ലം മക്കയിൽ അതിനാണ് പ്രവർത്തിച്ചത്. അതായത് യാതൊരുവിധ വൃത്തികേടുകളും ഇല്ലാത്ത ആളുകളെ ഉണ്ടാക്കിയെടുക്കുക, അവരുടെ ഭൗതിക സൗകര്യങ്ങൾക്കനുസരിച്ച് പരമാവധി ശരീരവും മനസ്സും എല്ലാം വൃത്തിയാക്കി, ബന്ധങ്ങളെല്ലാം വൃത്തിയാക്കി, നല്ല മനുഷ്യരായി ജീവിക്കാൻ ആളുകളെ പരിശീലിപ്പിച്ചു. ഇതായിരുന്നു റസൂലുള്ളാഹിയുടെ സമ്പത്ത്. അങ്ങനെയുള്ള ഒരു പറ്റം ആളുകളുമായിട്ടാണ് റസൂൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പരമാവധി നന്നായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും
ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വേറൊരു റസൂല് പഠിപ്പിക്കാത്ത മറ്റൊരു ആചാരം, അതുണ്ടാക്കാനുള്ള നിരന്തരമായ ശ്രമത്തിലാണ് ഒരുപാട് വർഷങ്ങളായി മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകൾ. അതിന് പേരിട്ടിരിക്കുന്നത് റസൂലിനെ സ്നേഹിക്കുക എന്നാണ്. അങ്ങനെ പേരിട്ടെങ്കിൽ മാത്രമേ ആളുകൾ അംഗീകരിക്കൂ. റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് അണികൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ തള്ളിക്കളയും. അപ്പൊ ആ അംഗീകാരത്തിന് വേണ്ടി പറയുന്ന ഒരു ന്യായമാണ് റസൂലിനെ സ്നേഹിക്കുന്നു എന്നത്. കാരണം റസൂലിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് പലതും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ടോ അടിയാന്മാർ അത് വിശ്വസിച്ചു, റസൂലിൻ്റെതാണ് എന്ന് വിശ്വസിച്ചു. സംഭവിച്ചില്ലേ നമ്മുടെ കേരളത്തിൽ? പക്ഷേ പിൽക്കാലത്ത് അതിന് അംഗീകാരം കുറഞ്ഞു. ആളുകൾക്ക് ആ വേണ്ട വിധത്തിലുള്ള പരിഗണന പിന്നെ അവർ കൊടുക്കുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ആ കൊണ്ടുവന്ന സാധനം വളരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുനഃപ്രതിഷ്ഠിച്ചു. അപ്പോഴും അടിയാന്മാര് വിശ്വസിച്ചു. അങ്ങനെയാണ്. അപ്പൊ റസൂലിന്റെ പേരിൽ ഈ രൂപത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കലും അത് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അതാ വ്യക്തിയെ ആരാധ്യനാക്കലല്ലേ പറയുന്ന ആളെ. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിസ്കരിക്കണം. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുന്നത് എന്നെ ആരാധ്യനാക്കലല്ല, എന്നെ റബ്ബാക്കലല്ല. മറിച്ച് ഇസ്ലാമിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഗതി കൊണ്ടുവന്നിട്ട് ഞാൻ പറയാണ് ഇത് ഇസ്ലാമാണ്, ഇത് റസൂലിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ അതെന്നെ റബ്ബാക്കല. അതല്ലേ ജൂതന്മാര് ചെയ്തത്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ല, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ, പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബാക്കി. അദിയ്യ ഇബ്നു ഹാത്തിം കടന്നു വരികയാണ്. ഒരു കുരിശുണ്ട്, മൂപ്പര് ധരിച്ചിരിക്കുന്നു, സ്വർണ്ണ കുരിശ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ വിഗ്രഹം ഒന്ന് എടുത്തു മാറ്റ്. അദ്ദേഹം അതെടുത്തു മാറ്റിയിട്ട് റസൂലിന്റെ അടുത്തേക്ക് അങ്ങ് അടുത്ത് ചെല്ലുമ്പോ ഈ ആയത്താ ഓതുന്നത്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ, അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബാക്കി. അപ്പൊ അത് ഈ പറഞ്ഞ അങ്ങനെയില്ല റസൂൽ, അങ്ങനൊന്നും പറയല്ല. ഞങ്ങൾ ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ റബ്ബാക്കൽ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹ് ഹലാലാക്കിയതിനെ ഹറാമാണ് എന്ന് പറയലില്ലേ അവര്? അപ്പൊ നിങ്ങളത് സ്വീകരിക്കും. അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാണ് എന്ന് അവര് പറയുമ്പോ നിങ്ങളത് സ്വീകരിക്കും. അള്ളാഹ് ഇറക്കിയ കിതാബിൽ മാറ്റം വരുത്തുമ്പോ നിങ്ങളത് സ്വീകരിക്കും. അപ്പൊ അള്ളാഹ് ഇറക്കിയതും റസൂല് പറഞ്ഞതും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ബാധ്യത. അതവിടെ മാറ്റി വെച്ചിട്ട് പുതിയതുണ്ടാക്കി ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നതോ? അങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും ചെയ്താൽ അവിടെ ഒരു റബ്ബാക്കലുണ്ട് എന്ന വിഷയം ചില ആളുകൾ മനസ്സിലാക്കും. അങ്ങനെയാണ്, അങ്ങനെ ആർന്നോട്ട്, എന്തിനാക്കും നമ്മളത് പറയുന്നത്? ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം ഇതാണ്. പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമാണ്. ഇപ്പോ ഒരാൾ സംസം വെള്ളം കൊണ്ടുവരികയും ചെയ്തിട്ട് പറയാൻ ഇത് സംസം വെള്ളമാണ്, നമുക്ക് വിശ്വസിക്കാം. എന്താ കാരണം? സംസം വെള്ളം ഉണ്ടേ, അത് മക്കത്ത് പോയാൽ കിട്ടുന്ന സാധനമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളെ സംബന്ധിച്ച്, ഇത്തരം ആസാറുകളെ സംബന്ധിച്ച് ലോക പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇല്ല, ഒന്നുമില്ല, ഒന്നും അവശേഷിക്കുന്നില്ല. എന്നിട്ട് ഞാൻ മുടിയിട്ടിട്ടുണ്ട്, അതിന്റെ പുറമെ റൗളയിലെ മണ്ണും കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് പോരിശയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽപ്പന നടത്തുമ്പോ വലിയ വില കൊടുത്തിട്ട് അണികൾ വാങ്ങാണ്. അപ്പൊ എന്താ പരിപാടി? ദീൻ ഉണ്ടാക്കുക, അത് വിൽക്കുക, എന്നിട്ടെങ്ങനെ നടക്കുക. ഇതിന്റെ പേര് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. അങ്ങനെ ചെയ്യരുതേ, അത് റസൂലുള്ളാഹി പറഞ്ഞതല്ല, അങ്ങനെയൊന്നില്ല, അത് റസൂലിനെ അവഗണിക്കലാണ് എന്ന് പറഞ്ഞാൽ അത് റസൂലിനോടുള്ള വെറുപ്പ്, അത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കൽ. ഈ രൂപത്തിലാക്കി എടുത്തില്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ? ഇവിടെയാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മതമായി കൊണ്ട് നടക്കുന്ന സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിട്ട് അത് ചെയ്യുമ്പോ നമ്മൾ ഇസ്ലാമിന്റെ ആളുകളായി മാറുന്നു. മതമനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത, അല്ലാതെ മതം ഉണ്ടാക്കലല്ല. അതിനൊരു ഏർപ്പാട് അല്ലാഹു ചെയ്തിട്ടുണ്ട്. കിതാബ് ഇറക്കി, ജിബ്രീലിനെ പറഞ്ഞയച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ത്യാഗം സഹിച്ചു. ഒരുപാട് ശരീരങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കേണ്ടി വന്നു. ശുഹദാക്കളായി അവരുടെ സമ്പത്ത് ചെലവാക്കി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഖിയാമത്ത് നാൾ വരെ ആർക്ക് വേണമെങ്കിലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനം അള്ളാഹു ലോകത്തുണ്ടാക്കി. ഇതെല്ലാം വളരെ വ്യക്തമായി കൊണ്ട് നടക്കുന്ന സമയത്ത് ഇടക്ക് കയറിയിട്ട് ഇതും കൂടി ഇസ്ലാമിലുള്ളതാണ്, അതും കൂടി ഇസ്ലാമിലുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയം തന്നെയാണ്, ചെറിയ വിഷയമല്ല. അത് മാത്രമല്ല, ഈ മാസം അതോടനുബന്ധിച്ച് നടക്കുന്ന പല പരിപാടികളും ഉണ്ട്. ഒരു ഉത്സവ സമാനമായ രൂപത്തിൽ പള്ളികളെല്ലാം അലങ്കരിച്ച്, പല മദ്രസകളും ആ രൂപത്തിൽ അലങ്കരിച്ച് ഒരു ഉത്സവ സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കി കൂടെയുള്ള ആളുകൾക്ക് തന്നെ അരോചകമായി തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ പ്രഗത്ഭരായ മതത്തിന്റെ അയിമ്മത്തുകളോ ഒന്നും തന്നെ അവരുടെ ജീവിതകാലത്ത് കൊണ്ടാടിയതോ പ്രോത്സാഹിപ്പിച്ചതോ ആയ കാര്യങ്ങളെല്ലാം ഇസ്ലാമിലുള്ളതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് കൂടി ചൂഷണത്തിന്റെ ഭാഗമായി ഇതെല്ലാം ദൈനംദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ദീന്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാണ് അതിന്റെ സ്രോതസ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നിഷ്പക്ഷമതികളായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് കൊണ്ട് ഫലമില്ലല്ലോ എന്നൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നത്. കൃത്യമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കാൻ, പരമാവധി പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിലുടനീളം മുസ്ലിമായി ജീവിക്കാൻ പരിശ്രമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ പരിപൂർണ മുസ്ലിമാകാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. തെറ്റുകൾ തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. തെറ്റുകൾ മനസ്സിലാക്കി തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ചേർത്ത് തരണേ റഹ്മാനെ. സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വല്ല വിശ്വാസവും വല്ല പ്രവർത്തനവും വല്ല ചിന്താഗതിയും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കുടുംബസമേതം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികളുണ്ട്, ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വളരെ ഇസ്സത്തോടുകൂടി പ്രതാപത്തോടെ കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനുള്ള എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, അതിനുള്ള ശേഷിയും കഴിവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി എല്ലാ വിധത്തിലും പ്രവർത്തിക്കാൻ, പ്രബോധന രംഗത്ത് സജീവമാകാൻ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.